ലാലൂർ ദേവസ്ഥാനമേ അഭയം. കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനം എന്നാണ്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഭക്തർക്ക് വരുന്ന ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനം വളരെ കുറവായിരുന്നു. പിന്നെ പലർക്കും വിളിച്ചിട്ട് കിട്ടുന്നില്ല. വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാലും സമയം വൈകണു. എല്ലാവർക്കും പ്രശ്നമാണ്, എല്ലാവർക്കും അർജൻറ്റുമാണ്. അപ്പോൾ പലരും നേരിട്ട് വരാൻ തുടങ്ങി. അതും വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ അതിന് ഇവിടെ വന്നാൽ ഒന്ന് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും ഞാനായിട്ടൊന്നും സംസാരിക്കാനോ ഒന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കിയ കുറേ ഭക്തരുടെ സഹായം കൊണ്ടും സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒന്ന് ആരെങ്കിലുമൊക്കെ വന്നാൽ ഒന്ന് ഇരുന്ന് സംസാരിക്കാനും അവർക്കൊരു തുള്ളി ഗ്ലാസ് വെള്ളം കൊടുക്കാനൊക്കെ ആയിട്ടുള്ളൊരു സൗകര്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. പലരും ചോദിക്കുന്നുണ്ട്, എന്തായി സ്വാമി കഴിഞ്ഞ ദിവസം ഒരു എന്താണ് പേര് മറന്നു, ഇൻസാഫ അങ്ങനെ ഒരു ആളെന്നോട് വിളിച്ചു ചോദിച്ചു, സ്വാമി എന്തായി പണി നമ്മുടെ, എനിക്കായിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അന്ന് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഇതാണ് നമ്മുടെ റോഡ് വന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ കാണുന്നതാണ് IM വിജയൻ സ്റ്റേഡിയം. ഇവിടുന്ന് ചെന്ന് കൂട്ടുന്ന ഈ കാണുന്ന ആ വെള്ളം, ആ സ്ത്രീ പോകുന്നതിൻ്റെ അവിടുത്തെ വെള്ളം അതിലാണ് IM വിജയൻ സ്റ്റേഡിയം എന്ന് പറയുന്നത്. തൃശ്ശൂരത്തെ ഏറ്റവും വലിയ പ്രമുഖ സ്റ്റേഡിയമാണ്. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്നാൽ ഇതാണ് നമ്മുടെ ലാലൂർ ദേവസ്ഥാനം. പലരും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമെങ്കിലും ഒന്നുകൂടിയും കാണിക്കാം. ഇതാണ്, ഇവിടെയാണ് ഒന്ന് ആരെങ്കിലൊക്കെ ആയിട്ട് വന്നിരുന്നിരുന്നത്. ഇവിടെ ആകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ സാധിക്കാറില്ല നമുക്ക്. അതായത് പൂജയുടെ ഇവിടെ വെള്ളം കൊടുത്താൽ അത് നിർമ്മാല്യമായി. ഇവിടെയാണ് ഞാൻ ഇരുന്നിരുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ, ഇരുന്നിരുന്നത്. ഇതാണ് നമ്മുടെ സ്വാമിയുടെ ഉള്ള ചെറിയ സ്ഥലത്തുള്ള സൗകര്യത്തിൽ വലിയ ശക്തികളുടെ പ്രഭാവം, ചൈതന്യം ഇവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് തന്നെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മളിതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. നമുക്ക് വേണ്ടി എന്താ പറയുക, നമുക്കൊക്കെ വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന സ്ഥലം എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ളൊരു സ്ഥലമായിരുന്നു. പണി പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഉള്ള സൗകര്യം പോലെ പകുതിയും ഇവിടെ ഉള്ള സാധനങ്ങൾ തന്നെയായിരുന്നു. ഈ ഒരു ഗേറ്റ് എന്ന് പറഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇതിൻ്റെ ഒരു ജോഡി ഗേറ്റാണ്. ഈ ഒരു ഗേറ്റ് നമുക്ക് പണിയേണ്ടതായിട്ട് വന്നു. പിന്നെ പണിക്കാരൻ ഞാൻ തന്നെ ആയതുകൊണ്ട് അതൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ പണികൾ മുഴുവൻ കഴിഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആയി. ഇവിടെ വന്നാൽ ഒന്ന് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഇരിക്കാം, അതിനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് വെള്ളത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്, ഒരുപാട് പണികളുണ്ട്. മുകളിലേക്കൊന്നും നോക്കേ വേണ്ട. നമ്മളത് എന്താണ് ഉള്ള പൈസയ്ക്കുള്ളതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഒരു ചെറിയൊരു റൂം പണിതു എന്ന് മാത്രം. ഇതൊക്കെ വെച്ചു, ലോക്ക്. ഇനി ഇതിലും പണികളൊക്കെ ഉണ്ട്, എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഈ ഒരു സൗകര്യങ്ങൾ. ഇവിടെയാണ് നമ്മൾ കുരുതിയൊക്കെ നടത്തണം കേട്ടോ. അമാവാസിക്കും പൗർണമിക്കും പിന്നെ പ്രത്യേക പൂജകളുള്ള സമയത്ത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്നു. ഇതാണ് നമ്മുടെ ഇത്. ഇവിടെ നമ്മളതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ മദ്യം ഇരിക്കണത് ഇത് എനിക്ക് കുടിക്കാൻ വെച്ചിട്ടുള്ളതല്ല കേട്ടോ. ഇനി തെറ്റിദ്ധരിക്കണ്ട, ഇത് പൂജയുടെ കർമ്മത്തിന് കുരുതി കൊടുക്കുന്ന സമയത്ത് കോഴിക്ക് നൽകുന്ന മദ്യത്തിൻ്റെ ഒരു അംശം ഇവിടെ ഇരിക്കുന്നതാണ്. ഇത് നമ്മുടെ ഡൈ ആണ് കേട്ടോ. ഇതാണ് ലാലൂർ ദേവസ്ഥാനത്തിൻ്റെ ഡൈ. 2 ഉണ്ട്. ഇതിപ്പോൾ ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ജൂണിൽ. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്താലാണ് ഉള്ളത്. നമ്മൾ മാതൃഭൂമി ഒരാളതിന് വേണ്ടിയിട്ടല്ല, ഈ കലണ്ടറിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അറിയാവുന്നവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. ഇതിൽ ഓരോ മാസത്തെയും രാശികളെക്കുറിച്ച്, എവിടേക്കാണ് ഗ്രഹങ്ങൾ നിൽക്കണതിനെ കുറിച്ചുള്ളതിനെക്കുറിച്ച് അറിയാം. ഇന്ന് ഇപ്പോൾ ഏപ്രിലാണ് കണ്ട. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ മാതൃഭൂമി കലണ്ടറിൽ മാത്രമേ ഉള്ളൂ കേട്ടോ.
ഇത് ഒരുപാട് ബുക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒന്ന് നോക്കാൻ പോയിട്ട് ഒന്ന് ഇരിക്കാൻ പോലും സമയം കിട്ടണില്ല ഇതിൻ്റെ പണിയുടെ തിരക്കിൽ. അത്യാവശ്യം ഒരു 3 ആൾക്കൊന്നും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഇവിടേക്ക് ഇതും പണിയൊന്നും കഴിഞ്ഞൊന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ മുകളിലൊക്കെ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്യണം, പതുക്കെ ചെയ്യണം. ഇതൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് ഒരു സ്ട്രക്ചർ വർക്ക് ചെയ്ത് ഇട്ട് വെക്കണമെന്ന് മാത്രം. ഇതാണ് നമ്മുടെ പ്രധാനം. സ്വാമിക്ക് മാല കെട്ടാനുള്ള പൂക്കളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പൂക്കൾ ഒരുക്കിയെന്ന് പറയുകയാണെങ്കിൽ ഇതുകൊണ്ട് മാത്രം തികയില്ല. നമ്മുടെ ഒരു ആവശ്യം ഒരു ദിവസത്തേക്കുള്ള ആവശ്യം ഇതിൽ നിന്ന് തികയില്ല. അപ്പോൾ ഇതിൻ്റെ സൗകര്യാർത്ഥം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചെടികളൊക്കെ നടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കോണി വെച്ചിട്ടുണ്ട്. ഇവിടെയും പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. പ്ലംബിംഗ് വർക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോ സമയം കിട്ടുന്നതിനനുസരിച്ചാണ് ചെയ്യുക. ഇവിടെ മുഴുവൻ ചെടി വയ്ക്കാനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ പച്ച ഷീറ്റൊക്കെ ഇന്നലെയാണ് ഈ പച്ച ഷീറ്റൊക്കെ കെട്ടിയത്. ഇനി ഇത് പതുക്കെ പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു കാര്യങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ വെക്കണം. ചെത്തി തുളസിയൊക്കെ കൂടുതൽ വെച്ച് ഇവിടെ നിന്ന് തന്നെ സാമ്പത്തികത്തിൻ്റെ കാര്യം മാത്രമല്ല ഈ ചെത്തി തുളസി ഇവിടെ വെക്കാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. അതായത് 4 മണിക്ക് ശേഷമാണ് ഫ്രഷ് പൂവ് വരിക. ഈ 4 മണിക്ക് ശേഷം ഇവിടെ നിന്ന് പോയി തൃശ്ശൂർക്ക് പോകണമെങ്കിൽ ബ്ലോക്ക് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് മാല കെട്ടാനുള്ള നേരം നമുക്ക് കിട്ടില്ല. അതായത് 4:30-ക്കെങ്കിലും അമ്പലത്തിനകത്തേക്ക് കയറണം. എന്നാലാണ് മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുക്കങ്ങൾ ചെയ്യാണ്ട് 5:30-ക്കുള്ള പൂജയ്ക്കുള്ളത്, അത് കഴിഞ്ഞാൽ നൈവേദ്യ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ കുറേ ചെയ്യാണ്ട്. അപ്പോൾ സമയം നമുക്ക് ആവശ്യമാണ്. അതിനാണ് ചെടികൾ വയ്ക്കുന്നതിൻ്റെ പ്രധാന കാര്യം. പിന്നെ നമ്മൾ തന്നെ വെച്ച് പിടിപ്പിച്ച നമ്മൾ തന്നെ കെട്ടുന്ന മാല ചാർത്തുക എന്ന് പറയുന്നത് അതിന് ഒരു അഭിമാനം വേറെയല്ലേ. അപ്പോൾ അതൊക്കെയാണ് പ്രധാനം. അപ്പോൾ ഇതൊക്കെ ഇതിന് നന്ദി പറയേണ്ടത് സ്വാമിയോടും ഇതിനു വേണ്ടി പണം തന്ന് സഹായിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിൽ 101 രൂപ തന്നവരുണ്ട്, 51 രൂപ തന്നിട്ടുള്ള ആൾക്കാരുണ്ട്, 50,000 തന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അതുമാത്രമൊന്നുമല്ല 1,00,000 രൂപ തന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരുടെയും പേരെടുത്ത് പറയണം. അല്ലാണ്ട് 100 രൂപ തന്ന ആളിനെയും 1,00,000 തന്ന ആളിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരുപാട് പേരുടെ സഹായങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതൊക്കെ സ്ഥലം നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. അമ്പലത്തിന് വേണ്ടി ഈ സ്ഥലം വാങ്ങിയതാണ്. കണ്ട, ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഈ ഒരു ഏരിയയാണ് ഇതിങ്ങനെ കിടുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം, സ്വാമിയുടെ അനുഗ്രഹം എന്ന് പറയുന്നതിൻ്റെ കാര്യം. ഇത്രയ്ക്ക് നീളത്തിലൊരു സ്ഥലം ഒരാൾ അവിടെ ബാക്കിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ഉപയോഗമില്ല, ആർക്കും ഉപയോഗമില്ലാണ്ട് ആ സ്ഥലം. അതാണ് പറഞ്ഞത്, സ്വാമി പണ്ടേ ഇങ്ങനൊരു സംഭവം ലാലൂർ ദേവസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും, അവർക്ക് ഈ ഒരു സ്ഥലം യൂസ്ഫുള്ളാവും എന്ന് പറഞ്ഞ ആ ഒരു പ്രതീതിയാണ് എനിക്ക് ഈ ഒരു സ്ഥലത്തിനോടുള്ളത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ ചോദിച്ചിരുന്നു എന്നോട്, സ്വാമി ഞാൻ നേരിട്ട് വരുന്നുണ്ട്, എനിക്ക് എന്തായി പണി എന്നൊക്കെ. അവർക്കും കൂടിയിട്ടുള്ളൊരു അറിവിലേക്കാണ്. ആളെ പേര് മറന്നു ഞാൻ. ഓക്കെ, വളരെ സന്തോഷം. ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം.